വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AN Vlogs. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിങ്കളാഴ്ച 8ാം ക്ലാസ്സുകാർക്ക് സോഷ്യൽ സയൻസ് ആണല്ലോ എക്സാം. അപ്പോൾ സോഷ്യൽ സയൻസ് എക്സാമിൻ്റെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ലാബറിൻ്റെയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ആൻസേഴ്സ് ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അധികം പറഞ്ഞ് ലോങ് ആക്കുന്നില്ല. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് വായിച്ചു തുടങ്ങാം. സോഷ്യൽ സയൻസ് കണ്ടോ, 40 സ്കോറാണ്. ആദ്യം 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ആകെ പഠിക്കാൻ പറഞ്ഞ പാഠങ്ങളല്ലാതെ അതിന് മുമ്പത്തെ പാഠങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം വരാനായിട്ട്, ഇല്ലെങ്കിൽ അതിൽ ചില ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതിൽ നോക്കാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ, Karl Marx gave importance to the role of laborers in the production process. Write any 2 facts to prove it. അതായത് കാൾ മാർക്സ് തൊഴിലാളികൾക്ക് വളരെ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. അതിൻ്റെ 2 പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം, The basis of production is the manpower of laborers and that the price of a product is the reward for it. The laborers get only a portion while the lion's share goes to the capitalist as profit. അതായത് ലേബറേഴ്സ് ജോലി ചെയ്തിട്ട് അതിൻ്റെ ലാഭം എന്താണ്, ഈ ലയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കിങ്, അവിടുത്തെ കിങ് ആയിട്ടിരുന്ന ആളുകൾക്ക് അവർക്കാണ് കിട്ടുന്നത്. പക്ഷെ ലേബറേഴ്സ് ജോലി ചെയ്തിട്ട് അതിൻ്റെ ഫുൾ അവർക്ക് കിട്ടുന്നില്ല. അതിന് പകരം അതിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ലയൻസ് അവർ ഷെയർ ചെയ്യുന്നതെന്ന് ഇതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ കാൾ മാർക്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ലേബറേഴ്സിന് കൊടുക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ പഴയ നമ്മൾ മുമ്പ് പഠിച്ച പാഠത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ വായിക്കുന്നില്ല, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ പാഠങ്ങൾ വരാൻ സാധ്യതയില്ല. 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Ancient Tamil songs are classified into അകംപാട്ടുകൾ ആൻഡ് പുറംപാട്ടുകൾ. കമ്പയർ ദം ആൻഡ് റൈറ്റ് എ നോട്ട്. ഇതും മുമ്പത്തെ ആദ്യത്തെ ചാപ്റ്ററിലെയാണ്. The theme of അകംപാട്ടുകൾ is mainly personal and family affairs. The പുറംപാട്ടുകൾ treat external affairs like war and trade. ഇത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കമ്പയർ ഫിസിക്കൽ മാപ്സ് ആൻഡ് കൾച്ചറൽ മാപ്സ്, റൈറ്റ് നോട്ട്സ് ഓൺ ദം. ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്പും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ എഴുതിയാൽ മതിയില്ലേ. മാപ്സ് റിപ്രസെൻറ്റിംഗ് നാച്ചുറൽ ഫീച്ചേഴ്സ് സച്ച് as physiography, climate, etc. are called physical maps. Maps representing man-made features such as agriculture, industry and political boundaries are called cultural maps. ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. What is the change of atmospheric temperature when the altitude of troposphere increases? ട്രോപ്പോസ്ഫിയറിൻ്റെ ആൽറ്റിറ്റ്യൂഡ് ഇൻക്രീസ് ആകുമ്പോൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം, ഇൻ ദ ട്രോപ്പോസ്ഫിയർ ദ ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് എ യൂണിഫോം റേറ്റ് ഓഫ് 1 degree Celsius ഫോർ എവറി 165 meters ഓഫ് ആൽറ്റിറ്റ്യൂഡ്. ദിസ് ഇസ് കോൾഡ് നോർമൽ ലാപ്സ് റേറ്റ്. അതായത് ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഡിക്രീസസ് ആവും. ഈ 1 degree Celsius 165 meters എപ്പോഴും 1 degree Celsius എന്ന യൂണിഫോം റേറ്റിലാണ് അത് ഡിക്രീസ് ആവുന്നത് ആൽറ്റിറ്റ്യൂഡിൽ. ഈ ഒരു ഇതിനെ പറയുന്നതാണ് നോർമൽ ലാപ്സ് റേറ്റ്. അതാണ് അതിൻ്റെ ഉത്തരം, 5ാമത്തെ. ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി 3 സ്കോർസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഗാന്ധിജീസ് ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് ഹിസ് ഒറിജിനൽ ഐഡിയാസ് ഇൻ എക്കണോമിക്സ്, വിച്ച് ഐഡിയാസ് വർ ഗിവൺ ഇമ്പോർട്ടൻസ് ബൈ ഹിം. അതായത് ഗാന്ധിജിയുടെ ബുക്കിൽ ഒറിജിനൽ ഐഡിയാസ്, എക്കണോമിക്സിനെ കുറിച്ച് ഒറിജിനൽ ഐഡിയാസ് തരുന്ന വാട്ട് ഈസ് ദ നെയിം ഓഫ് ഗാന്ധിജീസ് ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് ഹിസ് ഒറിജിനൽ ഐഡിയാസ് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിലെ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ഐഡിയാസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഗാന്ധിജിയുടെ ബുക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഏതൊക്കെ ഐഡിയാസ് ആണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഉത്തരം നോക്കാം. ഗാന്ധിജീസ് ഐഡിയാസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ഹിസ് ഫസ്റ്റ് ബുക്ക് ഹിന്ദു സ്വരാജ്, പബ്ലിഷ്ഡ് ഇൻ 1909. Gandhiji's ideas gave importance to moral values and rural economy. His ideas of trusteeship led to fresh thought in the area. Through trusteeship, Gandhiji aimed at an economy which is founded on truth and non-violence. അതായത് ഗാന്ധിജിയുടെ ഐഡിയാസ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ബുക്കായിട്ടുള്ള ഹിന്ദു സ്വരാജിലാണ് കണ്ടിട്ടുള്ളത്. അതായത് 1909 ഇറങ്ങിയത്. ഗാന്ധിജിയുടെ ഐഡിയാസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മോറൽ വാല്യൂസ്, റൂറൽ എക്കണോമിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ട്രസ്റ്റിഷിപ്പ് എന്ന ഇതിലാണ് ട്രസ്റ്റിഷിപ്പ് ലെഡ് ടു ഫ്രഷ് തോട്ട് ഇൻ ദ ഏരിയ. ത്രൂ ട്രസ്റ്റിഷിപ്പിലൂടെ ഗാന്ധിജി എയിമഡ് അറ്റ് ആൻ എക്കണോമി ആയിട്ട് വന്നു. പിന്നെ വിച്ച് ഇസ് ഫൗണ്ടഡ് ഓൺ ട്രുത്ത് ആൻഡ് നോൺ വയലൻസ്. ട്രുത്തിനെയും നോൺ വയലൻസിനെ കുറിച്ചാണ് അതിൽ പറയുന്നത് മെയിനായിട്ടും.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 7ാമത്തെ. മാപ്സ് ആർ പ്രിപ്പയർഡ് ഓൺ സ്പെസിഫിക് സ്കെയിൽസ് ആൻഡ് ദാറ്റ് ദർ ആർ 3 ഡിഫറെന്റ് മെത്തേഡ്സ് ടു ഷോ ദ സ്കെയിൽ. വാട്ട് ആർ ദേ? അതായത് ഇത് 6ാം പാഠത്തിലത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് 3 ഡിഫറെന്റ് സ്കെയിലായിട്ട് മാപ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെ. സ്പെസിഫിക് സ്കെയിൽ അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം: സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയില്, റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ, ലീനിയർ സ്കെയില്. അതിൽ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷന്റെയും സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിലിന്റെയും എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അത് എഴുതി വെക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എഴുതി വെക്കുന്നവർക്ക് എഴുതി വെക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, 9ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വിട്ടിക്കാണ്, കാരണം അതിൽ ചിലതൊക്കെ കുറെ മുമ്പത്തെയാണ്, ചിലപ്പോഴേ വരാൻ ചാൻസ് ഉള്ളൂ. അത് കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് പറയുന്നത്. വിച്ച് ആർ ദ കളേഴ്സ് യൂസ്ഡ് ടു ഡെപിക്ട് ദ ഫോളോവിങ് ലാൻഡ് ഫീച്ചേഴ്സ്? ഫാം ലാൻഡ്, ഫോറസ്റ്റ്, സെറ്റിൽമെന്റ്സ്. ഇത് 6ാം പാഠത്തിൽ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ കളേഴ്സ്, എന്ത് കളേഴ്സാണ് ഇവിടെ റിപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഫാം ലാൻഡ് യെല്ലോ കളറ്, ഫോറസ്റ്റ് ഗ്രീൻ കളറ്, സെറ്റിൽമെന്റ്സ് റെഡ് കളർ. ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരാനായിട്ട് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ യൂസ് ഓഫ് അയൺ ബോട്ട് മെനി ചേഞ്ചസ് ഇൻ ദ ലൈഫ് ഓഫ് ദി ആര്യൻസ്. വാട്ട് വർ ദ ചേഞ്ചസ്? അതായത് അയേണിന്റെ യൂസ് ആര്യൻസിന്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? The Aryans who reached the Gangetic Plain cleared the forest using iron implements. They started farming in the field using iron plowshares. With the expansion of agriculture, the Aryans were transformed into a settled life. അതായത് ആര്യൻസ് ഗംഗാറ്റിക് പ്ലെയിനിൽ എത്തിയതിനു ശേഷം കാടുകളൊക്കെ വെട്ടിത്തെളിച്ചിട്ട് അയൺ ഇംപ്ലിമെന്റ്സ് യൂസ് ചെയ്തിട്ട് ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അയൺ പ്ലഫ് ഷെയർസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ ഫാമിംഗ് വ്യാപിച്ചതോടുകൂടി അവർ സെറ്റിൽഡ് സൊസൈറ്റി ആയിട്ട് ട്രാൻസ്ഫോംഡ് ആയി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 സ്കോറിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, 4 സ്കോറിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ദ മോസ്റ്റ് പവർഫുൾ എമംഗ് മഹാജനപദാസ് വാസ് മഗധ. വാട്ട് മൈറ്റ് ബി ദ റീസൺസ് ഫോർ ദെയർ സുപ്രീമസി? ദ മോസ്റ്റ് പവർഫുൾ എമംഗ് മഹാജനപദാസിൽ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയത് മഗധയാണ്. അതിനുള്ള കാരണങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുറെ ഉണ്ട് കേട്ടോ. Rich deposits of iron are enabled the making of weapons and farming equipment. Ganga and her tributaries made Magadha a fertile land. Trees from nearby forests in the Gangetic Plains were used for making big boats to facilitate trade. Made use of elephants in battles. Progress in agriculture and commerce, water transportation, powerful kingship and highly efficient military. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ മഗധ ഏറ്റവും മഹാജനപദാസിൽ മഗധ ഏറ്റവും പവർഫുൾ ആയതെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മാച്ച് ദ ഐറ്റംസ് ഇൻ കോളം ബി വിത്ത് ദ ഐറ്റംസ് ഓഫ് കോളം എ. മാച്ചിങ് ദ ഫോളോവിങ് ആണ്. ട്രോപ്പോസ്ഫിയർ, ലോണോസ്ഫിയർ ആകെ മാറ്റിയിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ മാച്ച് ചെയ്തിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ളത് നോക്കാം. ആൻസർ: ട്രോപ്പോസ്ഫിയർ നോർമൽ ലാപ്സ് റേറ്റ് ആണ് വരുന്നത്. സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ ലെയറിലാണ് വരുന്നത്. മെസോസ്ഫിയർ മെറ്റയോർസ് ഗെറ്റ് ബേൺഡ്. തെർമോസ്ഫിയർ ലോണോസ്ഫിയർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ദ ഡ്രെയിൻ തിയറി, വാട്ട് വർ ദ മെയിൻ റീസൺസ് ഫോർ ദ ഡ്രെയിൻ ഓഫ് ഇന്ത്യൻ റിസോഴ്സസ്? ഡ്രെയിൻ തിയറിനെ അക്കോർഡ് ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യൻ റിസോഴ്സസിലുള്ള ഡ്രെയിനിന്റെ റീസൺസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ were paid high salaries. Goods made from Indian raw materials and resources bought at extremely low price were sold at high price in the Indian market. Indian wealth was robbed for expanding the British Empire. Indian laborers were treated as slaves and farm and industrial products were exported to England. അതായത് ബ്രിട്ടീഷ് ഓഫീസർ ഇന്ത്യയിൽ ഹൈ സാലറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. കാരണം ഇവിടെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഗുഡ്സുകളൊക്കെ ബ്രിട്ടീഷിലേക്ക് അയച്ചിട്ട് ബ്രിട്ടീഷുകാർ അത് വലിയ വിലയ്ക്ക് ഇന്ത്യക്കാർക്ക് തന്നെ വിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഇന്ത്യക്കാർ മണ്ടന്മാരാണ്. ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരുടെ അടിമകളെ പോലെയാണ്. കാരണം അവർക്കൊരു ബുദ്ധിയില്ലാത്ത കാര്യമാണ് ചെയ്തത്. അവരുടെ ഗുഡ്സ് ഉണ്ടാക്കി കൊടുക്കുന്നു, അവരത് അതിലും കൂടുതൽ പൈസയ്ക്ക് അവരുടെ കയ്യിൽ തന്നെ വിൽക്കാനായിട്ട് തരുന്നു. അവർ പൈസ വാങ്ങിച്ചിട്ട് തന്നെ അവർ ഇവിടെ വിൽക്കുന്നു വന്നിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ആർ ദ എക്കണോമിക് 15th ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് അൾട്രാ വയലറ്റ് റേസ്? അൾട്രാ വയലറ്റ് റേസിന്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ക്ലൈമറ്റിക് ചേഞ്ച്, ഡിസ്ട്രക്ഷൻ ഇൻ ഫുഡ് ചെയിൻ, ക്രോപ്പ് ഫെയിലിയർ, സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്, പ്രിമേച്ചർ അഗെയിൻ, ബ്ലൈൻഡ്നെസ്, സ്കിൻ ക്യാൻസർ. ഇതൊക്കെയാണ് അൾട്രാ വയലറ്റ് റേസിന്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. How were the economic activities in the Maurya Empire controlled by the rulers? അതായത് മൗര്യ എംപയറിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് എങ്ങനെയായിരുന്നു റൂളേഴ്സ് കൺട്രോൾ ചെയ്തിരുന്നത്? ഉത്തരം നോക്കാം. കുറച്ച് പോയിന്റ്സ് ഉണ്ട് അല്ലേ.
The conquered regions were brought under cultivation. Irrigation facilities were arranged for the development of agriculture. The conquered regions were brought under cultivation. Irrigation facilities were arranged for the development of agriculture. അഗ്രികൾച്ചറിന്റെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്തു. ദ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് വില്ലേജസ് ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഇൻ ട്രേഡ്. അഗ്രികൾച്ചറിലുള്ള മികവ് വില്ലേജസിലൂടെ ട്രേഡിലുള്ള മികവായി മാറി. റോഡ്സ് were established for the development of trade. Trees were planted on both sides of the road. Porches rest were also erected at various places near the roads. Roads were built connecting the cities of Vaishali, Kapilavastu and Pataliputra to distant places. This helped in having trade relations with other places. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ലാബിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും എൻ്റെ വക ഓൾ ദി ബെസ്റ്റ്. സോ താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.